ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നമ്മളെ വീട്ടിൽ 10 മണിയൊക്കെ ഒരുപാട് പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇതൊരു 5-6 വെറൈറ്റീസ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ വിരിഞ്ഞത് ഞാനൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾക്ക് ഈ ഫ്ലവറൊക്കെ ഒന്ന് എല്ലാവരും കണ്ടിട്ട് വരാം. 10 മണി നമ്മൾ കൂടുതൽ വളരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തലപ്പൊടിച്ച് നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ നമ്മൾ ഒടിച്ച ഒരു കമ്പ് ഉണ്ടാവില്ല, ആ ഒരു ശിഖരം, അവിടെ ഒരുപാട് കൊമ്പുകളൊക്കെ വരുള്ളൂ. പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് റീപോട്ടിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം. വളമൊക്കെ ഇടയ്ക്ക് നല്ല നല്ല വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം തട്ടിനോടുത്ത് ഇത് വെക്കണം. അപ്പോഴാണ് നല്ല ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. ഞാനിതുപോലെ കുറേ മുന്നേ ഒരുപാട് 10 മണി നട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പൂവ് വിരിയാറില്ലായിരുന്നു. കുറച്ച് തണലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെയും നല്ല തണലുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ് അവിടുന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇത് നല്ല പൂവ് വിരിയാനും തുടങ്ങി. പിന്നെ ഞാനിതിന് കഞ്ഞിവെള്ളം, അതിൽ നമ്മൾ വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ, പഴത്തൊലി അതങ്ങനെയുള്ളതിൻ്റെയൊക്കെ പിന്നെ തൊലിയൊക്കെ ഇട്ടിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലുപൊടി ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അത് നല്ല പൂ വിരിയാനൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇതിൻ്റെ പോട്ടി മിക്സ് ചകിരിച്ചോറ്, പിന്നെ മേൽമണ്ണ്, ചാണകപ്പൊടി ഒക്കെ കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കരിയില നല്ലപോലെ പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് തന്നെ. പിന്നെ ഇതുപോലെ നല്ലൊരു എന്താ പറയുക, കുറച്ച് നീളം അങ്ങനെയൊക്കെ ഉള്ളൊരു പോട്ടിലായിരിക്കണം നമ്മളിത് നടേണ്ടത്. പിന്നെ നല്ല അത്യാവശ്യം സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ നോക്കുക. പിന്നെ നല്ല വെള്ളം അത്യാവശ്യമായിട്ട് ഇതിന് എപ്പോഴും കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വാടിപ്പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ഈ 10 മണിയൊക്കെ നല്ല പൂ വിരിഞ്ഞിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിവിടെ ഇത്ര ഒന്നും ഇങ്ങനെ പൂ വിരിയാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് നല്ല പൂ വിരിഞ്ഞത്. പിന്നെ നല്ല സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടും ഇതിന് വേണം കേട്ടോ. നമ്മൾ ഈ 10 മണി നടുമ്പോൾ നല്ല വെയിലുള്ളിടത്ത് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പൂ വിരിഞ്ഞ് നമ്മൾ കണ്ടാൽ നമുക്ക് നമ്മളെ മനസ്സും ഒക്കെ നല്ലൊരു സന്തോഷമാകുമല്ലോ അല്ലേ. കണ്ണിന് കുളിർമയേക്കണൊക്കെ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഫ്ലവറൊക്കെ നമുക്ക് കാണുന്നത്. രാവിലെ ഞാൻ എൻ്റെ റൂമിൻ്റെ ജനൽ തുറന്ന് നോക്കുന്നത് തന്നെ ഈ ഒരു ഫ്ലവർ കാണാനാണ്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ജനൽ തുറന്ന് എണീറ്റപ്പാട് ജനൽ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.